ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് കാലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് ഞാൻ എഴുന്നേറ്റ പാടിനെ വേഗം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടാ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചോറ് ഊറ്റാൻ പറ്റുള്ളൂ. അത് കാരണം വേഗം തന്നെ ചോറിനുള്ള വെള്ളം വെച്ച് അതുപോലെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടാ. എന്നിട്ട് ഞാൻ വേഗം അരി കഴുകാൻ വേണ്ടി പോയിരിക്കണം കേട്ടോ. ഇന്ന് നമുക്ക് വീഡിയോ എടുത്ത് സഹായിച്ചു തരുന്നത് ഹന്നക്കുട്ടിയാണ് കേട്ടോ. ഹന്ന ഇന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. എന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പത്തേനും ഞാൻ വേഗം തന്നെ അരി കഴുകാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ അരി ഇട്ടിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ. അപ്പോൾ അരി കഴുകൽ കഴിഞ്ഞ് വേഗം തന്നെ അരി തിളക്കാൻ വേണ്ടി അരി കഴുകൽ കഴിഞ്ഞിട്ട് അരി ഇതിൽ കൊടുന്നിടുകയാണ് കേട്ടോ. ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ കഴുകി കൊടുന്നിട്ട് ഇനിയിപ്പോൾ മുതിര ഉപ്പേരി ഉണ്ടാക്കാനാണ് കേട്ടോ. അത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാലത്ത് കഴുകി കുക്കറിലാക്കി മൂടി വെച്ചിട്ട് ഇനി ഇത് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അന്ന ഇതൊക്കെ അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ വാഷർ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടല്ലോ, ഇട്ട് ശരിയായിട്ടില്ല. അതൊക്കെ അന്ന പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഉമ്മ ഇത് ശരിയായിട്ടില്ല ഇട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് 2ാം പ്രാവശ്യം അതൊക്കെ ഊരിയിട്ട് ഞാൻ ശരിയാക്കിയിട്ടാണ് ഉണ്ടാക്കാൻ വെച്ചത്. അപ്പത്തിന് ഉമ്മ എഴുന്നേറ്റ് വന്ന് മുതിരപ്പേരിക്കുള്ള ഉള്ളിയും പച്ചമുളക് വേപ്പില ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ഇതൊക്കെ താളിച്ചിട്ടാണ് ഞങ്ങൾ മുതിരപ്പേരി ഉണ്ടാക്കുക കേട്ടോ. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് താളിക്കും. എന്നിട്ടാണ് മുതിരപ്പേരി ഉണ്ടാക്കുക കേട്ടോ. അതൊക്കെ ഉമ്മ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. മുതിരപ്പേരി ഉണ്ടാക്കി തന്ന്. അതുപോലെ ദോശയുടെ മാവ് ഇന്നലെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വേഗം തന്നെ ദോശ ഉണ്ടാക്കി. നമ്മൾ കൂടുതലും മഴക്കാലത്താണ് മുതിരയൊക്കെ യൂസ് ചെയ്യാറ് കേട്ടോ. എല്ലാവർക്കും മഴക്കാലത്ത് നല്ലതാണല്ലോ മുതിര കഴിക്കുന്നത്. അങ്ങനെ ദോശ ഒരടുപ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇന്ന് ചോറിലേക്ക് കൊണ്ടുവന്നത് മുതിരപ്പേരിയും തക്കാളി ചട്നിയും കേട്ടോ. അങ്ങനെ മുതിരപ്പേരിയൊക്കെ റെഡിയായി. ദോശമാവ് ഉപ്പില്ല, അപ്പം ഉമ്മ കുറച്ചും കൂടി ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ദോശമാവ് കറക്റ്റാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കാലത്ത് മാത്രം കുറച്ച് ദോശ ഉണ്ടാക്കുള്ളൂ കേട്ടോ. രാത്രികൾക്ക് ആ മാവ് അവിടെ എടുത്ത് വെക്കും. എന്നിട്ട് പിന്നെ രാത്രി ചൂട്ടോടെ കഴിക്കണതാണ് എല്ലാവർക്കും ഇഷ്ടം. കാലത്ത് കുറച്ചുണ്ട് ഉണ്ടാക്കും വേഗം, കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ. ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് മാത്രം കുറച്ചങ്ങോട്ട് ഉണ്ടാക്കുള്ളൂ കേട്ടോ. പിന്നെ അത് രാത്രികൾക്ക് ചൂടാറിക്കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. രാത്രികൾക്കുള്ള മാവ് കുറച്ച് ഞങ്ങൾ ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കും. അങ്ങനെ ദോശ ചുടാൻ പോവാണ്. ദോശ ചുട്ട് തക്കാളി ചട്നിക്കുള്ള സവാള അരിഞ്ഞിട്ടുണ്ട്, വേപ്പില, പച്ചമുളക് ഇതിലില്ല, പച്ചമുളക് വേണം കേട്ടോ. പിന്നെ തക്കാളിയും പച്ചമുളക് എടുക്കാൻ വേണ്ടി ഉമ്മ പോയിട്ടുണ്ട്. അങ്ങനെ ദോശ ആയിട്ടുണ്ട്. ഇനി തക്കാളി ചട്നി റെഡിയാക്കണം കേട്ടോ. തക്കാളി ചട്നി റെഡിയാക്കാൻ പോവാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് തക്കാളി ചട്നി. കുട്ടികൾക്കല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് തക്കാളി ചട്നി. ഉമ്മ ഉണ്ടാക്കുന്ന തക്കാളി ചട്നി ഭയങ്കര ടേസ്റ്റാണ്. നമുക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഉമ്മ പച്ചമുളക് ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ
തക്കാളി ചട്നി റെഡിയാക്കാൻ പോവാണ്. ചട്ടി വെക്കാൻ പോവാണ്. മുതിരപ്പേരിയുടെ ചട്ടി ഇറക്കി വെച്ചിട്ട് വേണം തക്കാളി ചട്നി ഉണ്ടാക്കാനുള്ള ചട്ടി വെക്കാൻ. പിന്നെ എന്താണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇന്ന് എന്താണ് വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. തക്കാളി ചട്നിക്കുള്ള കടുക് പൊട്ടിച്ച് വേപ്പില ഇട്ട് പച്ചമുളക് ഇട്ട് ഉപ്പിടുന്നു. ഒരു ഭാഗത്ത് ദോശ ചുടൽ നടക്കുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള സവാള ഇട്ടുകൊടുക്കുന്നുണ്ട്. സവാള ഇട്ടിട്ട് നന്നായി വഴറ്റിയതിൻ്റെ ശേഷം മൂടി വെക്കും കേട്ടോ. എന്നിട്ട് സവാള നന്നായി വെന്തതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റും. അങ്ങനെയാണ് ഉമ്മ തക്കാളി ചട്നി ഉണ്ടാക്കാറ്. നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കുറച്ച് നേരം ഇത് മൂടി വെച്ചതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുകയുള്ളൂ. തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായി വേവണം കേട്ടോ. ഇത് മൂടി വെക്കും. ഇത് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കും. ഇനി തക്കാളി വേവണ വരെ കുറച്ച് നേരം 2 മിനിറ്റ് മൂടി വെച്ചിട്ട് അപ്പത്തേന് ഇറക്കുക. മുതിരപ്പേരും ദോശയൊക്കെ കഴിച്ച് ജോലിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ.